Hello everyone, welcome to Spartans. ചോദ്യം: ഒരു ചാലകത്തിൽ കൂടി വൈദ്യുതി കടത്തിവിടുമ്പോഴുണ്ടാകുന്ന പ്രതിരോധത്തെ അതിന്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് കുറയ്ക്കുമ്പോഴുള്ള ചാലകത്തിന്റെ അവസ്ഥയെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ അർദ്ധചാലകത, ഓപ്ഷൻ ബി അതിചാലകത, ഓപ്ഷൻ സി കുചാലകത, ഓപ്ഷൻ ഡി കൃത്രിമ ചാലകത. ആൻസർ ഓപ്ഷൻ ബി അതിചാലകത. അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. Certain metals and alloys exhibit zero electrical resistivity or infinite conductivity when they are cooled to sufficiently low temperature. This phenomenon is termed as superconductivity. സൂപ്പർ കണ്ടക്ടിവിറ്റി അഥവാ അതിചാലകത എന്നത് ചില മെറ്റലുകൾ, അതായത് ചില ലോഹങ്ങളെയോ ചില ലോഹ സങ്കരങ്ങളെയോ നമ്മൾ എന്ത് ചെയ്യാണ്, വളരെ താഴ്ന്ന ഒരു താപനിലയിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് ഓരോ മെറ്റലിനും ഡിഫറെൻ്റ് ടെമ്പറേച്ചർ ആയിരിക്കും, അതായത് ഈ അതിചാലകത അറ്റൈൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മെറ്റൽസിനും ഒരേ ടെമ്പറേച്ചർ എത്തുമ്പോഴല്ല അതിചാലകത അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ അവയ്ക്ക് ഓരോന്നിനും അവയുടേതായ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിചാലകമായിട്ട് മാറാനുള്ളത്. ആ ഒരു ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ, ആ ഒരു ലോ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ അവയുടെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അതായത് അവരെന്ന് പറയുന്നത് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് കുറഞ്ഞ മെറ്റീരിയൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിചാലകത എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, ഒരു ചാലകത്തിൽ കൂടി വൈദ്യുതി കടത്തിവിടുമ്പോഴുണ്ടാകുന്ന പ്രതിരോധത്തെ അതിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് കുറയ്ക്കുന്നു. അതായത് അതിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് 0 അടുക്കുന്നു. ഈ അവസ്ഥയിൽ ചാലകത്തെ നമ്മൾ വിളിക്കുന്നതാണ് അതിചാലകം അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന്. ഇത് കണ്ടെത്തിയത് കാമർലിൻ വോൺസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം 1911 ഇത് കണ്ടെത്തിയത്. Okay, so thank you and stay tuned.